നിയോഗത്താലി ഭാഗം 35. ചേർന്ന് നിൽക്കുന്നവളുടെ സാമീപ്യത്തിൽ ആ ശരീരം ഒന്ന് ഞെട്ടിയെങ്കിലും അടുത്ത് നിൽക്കുന്നവളുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ആ കൈകളും ആശ്വസിപ്പിക്കാൻ അവളെ ചേർത്ത് പിടിച്ചു തലോടി. കുറച്ചു മാറി ഈ കാഴ്ച കാണുന്ന മിഥുനിൻ്റെ കണ്ണുകൾ കുറുകി. കൈവിരലുകൾ കയ്യിലുള്ള പുസ്തകത്തെ ശക്തമായി ഞെരിച്ചു. ഹേയ് സൗപർണിക, ഇങ്ങനെ പേടിക്കാതെടോ, തനിക്കൊന്നും പറ്റിയില്ല, ദേ നോക്കിയേ, താൻ സേഫാണ്. വിറച്ചുകൊണ്ടിരിക്കുന്ന സച്ചുവിൻ്റെ തലയിൽ തലോടി അനിൽ സാറ് ആശ്വസിപ്പിച്ചു. കൂടെ തന്നെ സനൂപുമുണ്ട്. ദൂരെ നിന്ന് ആ കാഴ്ച കണ്ട് സാലി സാറും ലത ടീച്ചറുമൊക്കെ ഓടി വന്നു. എത്ര പറഞ്ഞിട്ടും വിടാതെ പിടിച്ചു നിൽക്കുന്ന സച്ചുവിനെ കാണെ അനിൽ സാറ് ലത ടീച്ചറെ ദയനീയമായി നോക്കി. ലത ടീച്ചർ വേഗം തന്നെ സച്ചുവിനെ അനിൽ സാറിൽ നിന്ന് അടർത്തി അവരിലേക്ക് ചേർത്തു നിർത്തി. സച്ചു അപ്പോഴും ഒരു പകപ്പിലാണ്, മരണം തൊട്ടു മുൻപിൽ കണ്ട പകപ്പിൽ. കൂടെ ആരാണെന്നോ, ആര് രക്ഷിച്ചെന്നോ, ആരെ ചേർത്ത് പിടിച്ചെന്നോ, അവരൊക്കെ എന്ത് സംസാരിച്ചെന്നോ എന്നൊന്നും അറിയാൻ പറ്റാത്ത വിധം കണ്ണും ചെവിയും കൊട്ടിയടക്കും വിധം ഒരു മരവിപ്പ്. അപ്പോഴേക്കും ആൽഫിയും മിഥുനും അടുത്തേക്ക് എത്തി. ടീച്ചേഴ്സ് എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അവർ അല്പം അകലമിട്ട് നിന്നു. എന്നാലും കണ്ണുകൾ അവരുടെ പ്രിയ സുഹൃത്തിൻ്റെ പ്രാണലിൽ തന്നെയാണ്. സൗപർണിക, ദേ താൻ ഇങ്ങനെ നെർവസ് ആവാതെ, തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. തക്ക സമയത്ത് അനിൽ സാറും സനൂപ് സാറും തനിക്കൊരു പോറൽ പോലും പറ്റാതെ രക്ഷിച്ചില്ലേ. ദാ ഇവിടെ ഇരിക്ക്, എന്നിട്ട് അല്പം വെള്ളം കുടിക്ക്, ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ. റോഡ് സൈഡിലുള്ള വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന കസേരയിൽ ലത ടീച്ചർ സച്ചുവിനെ ഇരുത്തി. കയ്യിലുള്ള ബോട്ടിലിൽ നിന്ന് വെള്ളവും കുടിപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പകപ്പൊക്കെ വിട്ടുമാറി സച്ചു ഓക്കെയായി. ചുറ്റും കൂടി നിന്നവരിൽ പലരും പോയി. ഇപ്പോൾ സനൂപും സാലിഹും അനിലും ലതയും ആൽഫിയും മിഥുനും മാത്രമേ ഉള്ളൂ. മിസ് ഓക്കെ ആയോ? ആൽഫി അടുത്തേക്ക് വന്ന് മൃദുവായി ചോദിച്ചു. എന്നെ ഒന്ന് വീട്ടിൽ വിടാമോ ആൽഫി? തനിച്ചു പോകാൻ കരുത്തില്ലാത്ത വിധമൊരു ഭയം അവളെ മൂടി. അനിൽ സാറിൻ്റെ കാറിൽ വിടാൻ ടീച്ചറെ, ലത ടീച്ചർ സൗപർണികയോട് പറഞ്ഞുകൊണ്ട് അനിലിൻ്റെ മറുപടിക്കായി അയാളെ നോക്കി. അനിൽ പോകാമെന്ന രീതിയിൽ തലകുലുക്കി. അത് വേണ്ട, മിസ്സിൻ്റെ വീട് എൻ്റെ വീടിനടുത്താണ്, ഞാൻ വിട്ടോളാം. മിസ് എൻ്റെ കസിൻ സിസ്റ്റർ കൂടിയാണ്. മിഥുൻ ചാടിക്കേറി പറഞ്ഞു. ഇനി സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു റിലേഷൻ കൂടി അവനുണ്ടാക്കി. അത് കാണെ സനൂപിൻ്റെ കണ്ണുകൾ കുറുകി. പിന്നെ ഉള്ളിൽ വിരിഞ്ഞ ചിരി അമർത്തി. ആണോ ടീച്ചറെ, ഇവരുടെ കൂടെ പോയാൽ മതിയോ? സംശയമെന്നോണം സാല് സൗപർണികയെ നോക്കി. ഞാൻ ഇവരുടെ കൂടെ പൊക്കോളാം. സച്ചു പതുക്കെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. മുന്നിൽ നിൽക്കുന്ന അനിൽ സാറിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ചു. ഇന്ന് ഞാൻ ദൈവത്തെ മുന്നിൽ കണ്ടു. എൻ്റെ ജീവൻ രക്ഷിച്ച സാറിനോടുള്ള നന്ദി ഈ ജന്മം മുഴുവൻ ഉണ്ടാവും. അനിൽ സാർ ഒരു പുഞ്ചിരിയോടെ കവിളിലൊന്ന് തട്ടി. അപ്പോഴേക്കും മിഥുൻ ബൈക്കുമായി മുൻപിലെത്തി. തൊട്ടുപുറകെ ആൽഫിയും അവൻ്റെ ബൈക്ക് കൊണ്ടുവന്നു നിർത്തി. സച്ചു എല്ലാവരെയും നോക്കി തലയാട്ടി യാത്ര പറഞ്ഞ് മിഥുനിൻ്റെ ബൈക്കിൽ കയറി. അബിയെ വിളിക്കണ്ടേ? ശബ്ദം താഴ്ത്തി സച്ചു കേൾക്കാൻ പാകത്തിന് ചോദിച്ചു. വേണ്ട. പതിവിലും ഗൗരവം നിറഞ്ഞ വാക്കുകൾ കേൾക്കെ ഒന്ന് മൂളി മിഥുൻ ബൈക്ക് മുൻപോട്ടെടുത്തു. ഫ്ലാറ്റ് ഡോർ തുറന്ന് ആൽഫിക്കും മിഥുനുമൊപ്പം ഉള്ളിലേക്ക് കടക്കുമ്പോൾ കണ്ടു TV കണ്ടുകൊണ്ട് അടുത്തിരുന്ന് പരസ്പരം കളി പറയുന്ന മിഥുനെയും കിരണിനെയും. ഒരു നിമിഷം കാലുകൾ നിശ്ചലമായി. ഈ നേരം വരെ അവളെ ഓർക്കാതെ സ്വന്തം ലോകത്ത് സന്തോഷിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ സച്ചുവിൻ്റെ ഉള്ളു പിടഞ്ഞുപോയി. അനിൽ സാറ് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നിമിഷം ശ്വാസം നിലച്ച് ഈ ലോകം വിട്ടു പോയിട്ടുണ്ടാകുമായിരുന്നു. കാർ തൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ കണ്ണിൽ തെളിഞ്ഞത് അച്ഛനോ അമ്മയോ വർണ്ണികയോ അല്ല, തൻ്റെ പ്രാണനെയായിരുന്നു.
ഞാനില്ലായ്മയിൽ മനു എങ്ങനെ ജീവിക്കുമെന്ന ചിന്തയായിരുന്നു. അവനു വേണ്ടി ജീവിക്കാനുള്ള കൊതിയായിരുന്നു. പക്ഷേ ഇവിടെ അവൾ വന്നോ പോയോ എന്തേ ലേറ്റായേ എന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ സ്വന്തം ലോകത്ത് കളി പറഞ്ഞു ചിരിക്കുന്നവരെ കാണെ ആദ്യമായി അവൾക്ക് സ്വയം പുച്ഛം തോന്നി. രാവിലെ തനിച്ചു പോകാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് പിടിച്ച പിടിയാലെ കൂടെ കൊണ്ടുപോയവൻ അവളെ പാടെ മറന്നതോർത്ത് നെഞ്ച് നീറി. ആപത്തുകൾ അവളെ ചുറ്റിപ്പറ്റിയുണ്ടെന്ന് മേൽപ്പത്തൂര് പറഞ്ഞിട്ട് പോലും അവളെ ശ്രദ്ധിക്കാതെ കൂടെ കൂട്ടാതെ കാരണം പോലും അറിയാത്തൊരു ദേഷ്യവും കാണിച്ച് കോളേജിൽ തനിച്ചാക്കി പോയവനോട് അവൾക്ക് ആദ്യമായി വെറുപ്പ് തോന്നി. മനുവിൻ്റെ അവളോടുള്ള പ്രണയത്തിൻ്റെ ആഴത്തിനെ അവൾ ആദ്യമായി സംശയിച്ചു. സഹോദരൻ എന്ന പട്ടം സ്വയം ഏറ്റെടുത്തു നടക്കുന്നവൻ ഒരിക്കലും സ്വന്തം സഹോദരനെ പോലെ സംരക്ഷിക്കില്ലെന്ന് അവൾക്ക് തോന്നി. കിരണിനോടുള്ള വിശ്വാസവും ആ നിമിഷം തകരുന്നതവൾ അറിഞ്ഞു. 3 പേരിൽ കിരണിനാണ് എന്നും സച്ചു പ്രാധാന്യം കൊടുത്തത്. എന്നിട്ടും അവളുടെ കണ്ണുകൾ തൊട്ടടുത്ത് നിന്ന് കിരണിനെയും മനുവിനെയും നോക്കുന്ന ആൽഫിയയും മിഥുനിലും എത്തി. ഇളയവരെങ്കിലും ആവശ്യം വരുമ്പോൾ പക്വമായി പെരുമാറുന്നവർ, മനുവിൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇന്നേ വരെ തനിച്ചു നിർത്താതെ കൂടെ നിന്നവർ, കഴിഞ്ഞ ദിവസം പോലും സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർക്കാതെ കുറ്റം സ്വയം ഏറ്റെടുക്കാൻ മുൻപോട്ട് വന്ന മിഥുനിലേക്ക് മാത്രമായി സച്ചുവിൻ്റെ കണ്ണുകൾ തങ്ങി നിന്നു. മനസ്സിൽ ആ നിമിഷം ഒരു തീരുമാനം ഉരുത്തിരിഞ്ഞു. കൂടെ മറ്റൊരു മുഖവും. സച്ചു സോഫയിലിരുന്ന് TV കണ്ടുകൊണ്ട് സംസാരിക്കുന്നവരെ നോക്കാതെ തല താഴ്ത്തി മുൻപോട്ട് നടന്നു. റൂമിൻ്റെ ഡോർ അടയുന്ന ശബ്ദം കേട്ടാണ് കിരണും മനുവും തലചെരിച്ചു നോക്കിയത്. അപ്പോഴേക്കും ആൽഫിയും മിഥുനും അവരുടെ അടുത്തെത്തിയിരുന്നു. അവരെ കണ്ടപ്പോഴാണ് കോളേജ് വിടേണ്ട സമയം കഴിഞ്ഞെന്നവൻ ഓർത്തത്. അവൻ വേഗം വാച്ചിലെ സമയം നോക്കി. കോളേജ് വിടുന്ന സമയം കഴിഞ്ഞു നേരം കുറേയായെന്ന് കണ്ടപ്പോൾ മനസ്സാകെ വേവലാതി പൂണ്ടു. സച്ചു, അവൾ ഇതുവരെ എത്തിയില്ലെന്ന ഓർമ്മയിൽ അവനൊന്ന് നടുങ്ങി. ഷേ! ടെൻഷനോടെ കൈ തലക്ക് കൊടുത്തു പോയവൻ. എന്താടാ? മനുവിൻ്റെ മുഖത്തെ പരിഭ്രമം കാണെ കിരൺ ചോദിച്ചു. മനുവിൻ്റെ ചെയ്തികളെല്ലാം കാണുന്നുണ്ടെങ്കിലും ആൽഫിയും മിഥുനും ഒന്നും മിണ്ടിയില്ല. സച്ചു, അവൾ കോളേജ് തനിച്ചാടാ. അവളെ ഞാൻ മറന്നു പോയല്ലേടാ. ചുറ്റും ആപത്തുണ്ടായിരുന്നെന്നറിഞ്ഞിട്ടും അവളെ അവിടെ തനിച്ചാക്കി ഞാൻ. ഈ സമയം നോക്ക് നീ. ഇത്രയായിട്ടും അവളെ എത്തിയിട്ടില്ല. ഞാൻ കൂട്ടാൻ വരുമെന്ന് വിചാരിച്ച് നീ കാത്തു നിൽക്കുമായിരിക്കും സച്ചു. ഞാൻ എന്തൊരു ഭർത്താവാണിടല്ലേ. തളർന്ന സ്വരത്തിൽ മനു പറയുമ്പോഴാണ് കിരണിനും സച്ചു വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്ന ബോധം വന്നത്. അവളെ സംരക്ഷിക്കേണ്ട 2 പേരും അവളെ തനിച്ചാക്കിയല്ലോ എന്ന ചിന്ത കിരണിലുമുണ്ടായി. കുറച്ചു സമയത്തേക്കെങ്കിലും അവളെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതിൽ മനുവിന് സ്വയം ദേഷ്യം തോന്നി, സ്വയം പുച്ഛവും തോന്നി. രാവിലെ അവളോട് ദേഷ്യപ്പെട്ടതോർത്ത് കുറ്റബോധം തോന്നി അവന്. സ്വന്തം തുടയിൽ ദേഷ്യത്തോടെ അമർത്തിയടിച്ചു മനു. അവൾക്കിനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു എന്നൊരു പേടി കൂടി ആ നിമിഷം മനുവിനെ കീഴ്പ്പെടുത്തി. വേഗത്തിൽ ബൈക്കിൻ്റെ കീയെടുത്ത് അതീവ ടെൻഷനോടെ മനു മെയിൻ ഡോർ ലക്ഷ്യമാക്കി നടന്നു. കിരണിനും ആ നിമിഷമാണ് ബോധം വന്നത്. അവനും ചാടിപ്പിടിച്ച് എഴുന്നേറ്റു. നീ മറന്നെങ്കിലും ഞങ്ങൾ മറന്നിട്ടില്ല. ആൽഫിയുടെ മുറുകിയ ശക്തമായ ശബ്ദം കേട്ട് ഡോർ ഹാൻഡിലിൽ പിടിച്ച കൈ താഴ്ത്തി മനു ഒട്ടൊരു ആശ്വാസത്തോടെ സോഫയിലിരിക്കുന്ന ആൽഫിയെ തിരിഞ്ഞു നോക്കി. കിരണിൻ്റെ മനസ്സിലും തണുപ്പ് പടർന്നു. മനു ആൽഫിയയിലേക്ക് വേഗത്തിൽ നടന്നെത്തി. നിങ്ങൾ അവളെ കൂട്ടിയോ? എന്നിട്ട് അവിടെ സച്ചു? ആൽഫിയോട് ചോദിച്ചുകൊണ്ട് ആകാംക്ഷയോടെ ചുറ്റും കണ്ണുകളാൽ സച്ചുവിനെ തേടി. റൂമിലുണ്ട്. ഗൗരവത്തോടെയുള്ള ആൽഫിയുടെ ശബ്ദം കേൾക്കെ മനു സംശയത്താൽ നെറ്റിച്ചുളിച്ചു. അപ്പോഴും ആരെയും നോക്കാതെ 2 കൈകളും കാലുകൾക്കിടയിലൂടെ മുൻപോട്ട് കൂട്ടിപ്പിടിച്ച് കുനിഞ്ഞിരിക്കുവാണ് മിഥുൻ. കൈകൾ താങ്ങിയിരിക്കുന്ന കാലുകൾ രണ്ടും സംഘർഷമടക്കാൻ എന്നോണം വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു നിന്നു അവിടെ. ആൽഫിയെയും മിഥുനെയും മാറി മാറി നോക്കി മനുവും കിരണും. ഇതുവരെ കാണാത്തൊരു ഗൗരവം 2 പേരിലും നിറഞ്ഞു. എന്താടാ?
രണ്ടുപേരുടെ മുഖം കനത്തിരിക്കുന്നത് എന്താ? ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ വന്നുകൊണ്ടുള്ള ദേഷ്യമാണോ രണ്ടാക്കും? മനു ചോദ്യത്തോടെ അവരുടെ അടുക്കലിരുന്നു. അപ്പോഴും ആൽഫിയും മിഥുനും ഒന്നും മിണ്ടിയില്ല. പിണങ്ങല്ലേടാ. ആ സമയത്ത് കിരൺ ദേഷ്യപ്പെട്ടു പോയപ്പോൾ എൻ്റെ മൊത്തം കൺട്രോളും പോയടാ. ഒരിക്കലും പിണങ്ങാത്തവനാ. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വല്ലാതെ വേദനിച്ചു. അതാ നിങ്ങൾ രണ്ടാൾ പിടിച്ചു വെച്ചിട്ടും ഞാൻ പിന്നെ അവിടെ നിൽക്കാതെ ഓടിപ്പിടച്ച് അവനെ കാണാൻ ഇങ്ങ് പോന്നേ. ഒരു അനുനയം പോലെ പറഞ്ഞു മനു അവരെ നോക്കി. കിരണിനും അതേ ഭാവമാണ്. പറ്റിപ്പോയെന്ന ഭാവത്തിലാണ് കിരണും. എന്നിട്ട് ഇപ്പം നിന്റെ വേദനയൊക്കെ മാറിയോ? അല്പം പുച്ഛം കലർത്തി ചോദിച്ചു ആൽഫി. അതിൽ നിന്നു തന്നെ രണ്ടു പേർക്കും മനുവിൻ്റെ ഉച്ചയ്ക്കുള്ള പെരുമാറ്റത്തിലുണ്ടായ അനിഷ്ടം കിരണിനും മനുവിനും മനസ്സിലായി. അതവൻ ആ നിമിഷത്തിൽ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയപ്പോൾ അവൻ്റെ പിടിവിട്ടു പോയതാടാ. മനുവിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ഒരു ശ്രമം നടത്തി കിരൺ. അതുവരെ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്ന മിഥുൻ അതീവ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അബി, നിനക്ക് ഇവനെ മാത്രം മതിയെങ്കിൽ, ഇവനെക്കുറിച്ച് മാത്രമാണ് കൺസേൺ എങ്കിൽ പിന്നെ എന്തിനാടാ നീ ആ പാവത്തിന് വിവാഹം കഴിച്ചത്? കുഞ്ഞു കാരണത്തിന് പിണങ്ങിപ്പോവാനും അപ്പോൾ തന്നെ ബാക്കിയെല്ലാം മറന്ന് ഇവൻ്റെ പുറകെ പോവാനും നിങ്ങളെന്ത് LKG സ്റ്റുഡൻസ് ആണോ? നിങ്ങളുടെ ഇത്തരം പെരുമാറ്റം മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് വല്ല ചിന്തയുമുണ്ടോ നിനക്കൊക്കെ? എല്ലാം പോട്ടെ, ഒരുത്തിയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഇവിടെയുള്ള എല്ലാത്തിനും അറിയാം. എന്നിട്ടും അതൊന്നും ഓർക്കാതെ എല്ലാം ഇട്ടേച്ച് നീ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് അവളോടൊരു തരിമ്പ് പോലും സ്നേഹമില്ല. അവൾക്ക് എന്ത് പറ്റിയാലും നിനക്കോ സഹോദരനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഇവനോ ഒരു ചുക്കും ഇന്നില്ലെന്ന് മനസ്സിലായി. പെണ്ണിനെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പെണ്ണ് കെട്ടാൻ നിൽക്കരുത് കേട്ടോടാ. വിരൽ ചൂണ്ടി കവിളുകൾ വിറപ്പിച്ചുകൊണ്ട് മിഥുൻ അതീവ ദേഷ്യത്തോടെ മനുവിനോട് മുരണ്ടു. അത്രയും ദേഷ്യത്തിൽ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി പ്രതികരിക്കുന്ന മിഥുനിനെ കാണെ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് മനുവിന് മനസ്സിലായി. ഭയത്തോടെ അവൻ ചാടി എഴുന്നേറ്റു. എന്താടാ, എന്താ പറ്റിയേ? എൻ്റെ സച്ചുവിന് എന്തെങ്കിലും? അവൻ്റെ ഒരു കൊച്ചു. മിഥുനിൻ്റെ കയ്യിൽ പിടിച്ചു ചോദിക്കുമ്പോൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മനുവിൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് ബാൽക്കണിയിലേക്ക് നടന്നു മിഥുൻ. കിരൺ ഒന്നും പറയാനാവാതെ ആകെ അന്തിച്ചു നിൽക്കുവാണ്. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്തൊരു മറിവയ്പ്. മനു ആൽഫിയെ നോക്കി. നീയെങ്കിലും ഒന്ന് പറയെൻ്റെ ആൽഫി. ടെൻഷനോടെ മുടിയിൽ വിരൽ കൊരുത്തു വലിച്ചു മനു. അവൻ്റെ പ്രവൃത്തികൾ കാണെ ഉള്ളിലുള്ള ദേഷ്യം അല്പം അടക്കി ഇന്ന് നടന്ന കാര്യങ്ങൾ ആൽഫി വിശദീകരിച്ചു. കേട്ട് നിന്ന മനുവും കിരണും തറഞ്ഞു നിന്നുപോയി. മനുവിൻ്റെ ഉള്ളം പിടഞ്ഞു. അവൻ്റെ അശ്രദ്ധ കൊണ്ട് മാത്രം സച്ചുവിലേക്ക് എത്തിയ അപകടം. ആപത്തുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും അവളെ കൂട്ടാതെ ദേഷ്യത്തോടെ കോളേജിൽ നിന്നിറങ്ങിയ നിമിഷത്തെ അവൻ ശപിച്ചുപോയി. എന്തിനായിരുന്നു അവളോട് അപ്പോൾ ദേഷ്യം കാണിച്ചത്? വലിയ കാരണമൊന്നുമില്ല. താൻ അത്രയും സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ബ്രേക്കിന് തൻ്റെ അടുത്ത് വന്ന് സമാധാനിപ്പിക്കാതെ സനൂപിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയൊരു കുശുമ്പ്, അസൂയ, അതാണ് ദേഷ്യമായി പരിണമിച്ചത്. അതുകൊണ്ട് കൂടിയാണ് ആ സമയത്ത് അവളെ കൂടെ കൂട്ടാതെ കോളേജിൽ നിന്നും ഇറങ്ങിയത്. സച്ചു വിളിച്ചപ്പോൾ പോലും അവളെ കേൾക്കാൻ നിന്നില്ല. അവളെ കേട്ടിരുന്നെങ്കിൽ, അവളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ അപകടം അവൾക്ക് സംഭവിക്കില്ലായിരുന്നു. മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കിരണിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കിരണിൽ കുറ്റബോധം നിറഞ്ഞു. സച്ചുവിനെ കണ്ട നാൾ മുതൽ അവൾ സഹോദരി തന്നെയായിരുന്നു. അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. മനുവിനോടുള്ള അത്ര തന്നെ സ്നേഹം അവളോടും ഉള്ളിലുണ്ട്. എല്ലാ ആപത്തിൽ നിന്നും അവളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നും ഒരു കവചമായി നിൽക്കണമെന്നും ഉറപ്പിച്ചതാണ്. എന്നിട്ടും ഇന്ന് അതൊക്കെ മറന്ന് സച്ചുവിനെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോയത് തെറ്റായിപ്പോയി. ആ നിമിഷം എന്തോ മനസ്സ് കൈവിട്ടു പോയിരുന്നു. മൈഥിലി വിഷയത്തിൽ മനു കൂടുതലായി ഇടപെടുന്നത് എന്തോ അസ്വസ്ഥത നിറച്ചപ്പോഴാണ് പൊട്ടിത്തെറിച്ചതും ഇറങ്ങിപ്പോയതും. പാടില്ലായിരുന്നു. ആ നിമിഷം സംയമനം പാലിക്കണമായിരുന്നു. കിരണിൻ്റെ ഉള്ളം വല്ലാതെ പിടഞ്ഞു. അവൻ്റെ എടുത്തുചാട്ടം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് സച്ചുവിന് അപകടം സംഭവിച്ചത്. കൂടെ നിന്ന് സംരക്ഷിക്കേണ്ട രണ്ടുപേരും അവളെ മറന്നുപോയി. ആ നിമിഷത്തിൽ ഇന്ന് എന്തേലും സംഭവിച്ചിരുന്നെങ്കിൽ. അത് ഓർക്കാൻ കൂടിയാവാതെ കിരൺ തളർച്ചയോടെ സോഫയിലേക്ക് ചാഞ്ഞു. മനുവിൻ്റെ ഉള്ളിലും അതേ ചിന്തകളാ തന്നെ.
സച്ചു ഇല്ലാതൊരു നിമിഷം ആലോചിക്കുമ്പോൾ പോലും ഭീകരമായി തോന്നി അവന്. താൻ സംരക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചവളെയാണ് ഇന്ന് ആപത്തിലേക്ക് വലിച്ചിട്ടത്. അവളോട് എന്ത് പറഞ്ഞാലാണ് ഈ തെറ്റിന് അവൾ ക്ഷമിക്കുക എന്നറിയാതെ മനു പിടഞ്ഞു. പലപ്പോഴും താൻ ചെയ്ത തെറ്റുകളൊക്കെ അവൾ ക്ഷമിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് നൽകിയ അവഗണന അത് പൊറുക്കില്ലെന്ന് അവന് തന്നെ അറിയാം. പൊറുത്തില്ലെങ്കിലും പരാതിയില്ല, ഒന്നും പറ്റാതെ ദൈവം സംരക്ഷിച്ചല്ലോ. താൻ കൂടെയില്ലെങ്കിലും ആൽഫിയും മിഥുനും അവളെ തനിച്ചാക്കിയില്ലല്ലോ. ദൈവത്തോട് ആ നിമിഷം നന്ദി പറഞ്ഞവൻ. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് എഴുന്നേൽക്കുമ്പോൾ കണ്ടു ബാൽക്കണിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മിഥുനെ. ഇപ്പോൾ ആ മുഖം ശാന്തമാണ്. ഉള്ളിൽ നിറഞ്ഞതൊക്കെ പറഞ്ഞു തീർത്തതിൻ്റെ ആശ്വാസം ഉണ്ട് ആ മുഖത്ത്. ആൽഫിയുടെ അടുത്തു വന്ന് നിന്ന മിഥുൻ്റെ അടുത്തേക്ക് നടന്നു മനു. ഇരു കൈകളാലും രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞവൻ. ഏറെ നേരം അവൻ്റെ നെഞ്ചുനീറിയുള്ള കരച്ചിൽ നീണ്ടു. ഏതോ ഒരു നിമിഷം ആ കൂട്ടത്തിലേക്ക് അതിലും വേദന നിറഞ്ഞൊരു മറ്റൊരു ശബ്ദം കൂടി ചേർന്നു. എല്ലാത്തിനും കാരണം താനാണെന്ന ചിന്തയോടെ കിരണും ഹൃദയവേദനയോടെ കരഞ്ഞുപോയി. ഏറെ നേരം സുഹൃത്തുക്കളുടെ സങ്കടം കണ്ടു നിൽക്കാനാവാതെ അവസാനം മിഥുനും ആൽഫിയും നിറഞ്ഞ കണ്ണുകളോടെ തിരികെ അവരെയും പുണർന്നു. കരഞ്ഞു കരഞ്ഞ അവസാനം അടർന്നു മാറുമ്പോൾ 4 പേരുടെയും ചുണ്ടിൽ നേർത്ത പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു. നിവർന്നു നിന്ന് കണ്ണുകൾ തുടച്ചു മനു. അപ്പോഴേക്കും മൂവരുടെയും കൈകൾ അവനിൽ ആശ്വാസം പോലെ തലോടിക്കൊണ്ടിരുന്നു. ഞാനിന്ന് സച്ചുവിനെ കണ്ടിട്ട് വരാം, അല്പം പതർച്ചയോടെ സങ്കടം നിറഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി മിഥുൻ. കരഞ്ഞു നിലവിളിച്ച് ഞങ്ങളുടെ ദേഷ്യം അലിയിപ്പിച്ച പോലെ അത്ര എളുപ്പമാവില്ല സച്ചുവിൻ്റെ പിണക്കം മാറ്റുന്നത്. അവൾക്ക് ദേഷ്യത്തേക്കാൾ കൂടുതൽ അവൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് വേദനയായിരിക്കും. അവളെ ശ്രദ്ധിക്കാത്തതിൻ്റെ, അവഗണിച്ചതിൻ്റെ ഒക്കെ നീറ്റൽ അവൾക്കുള്ളിൽ മുറിവ് തീർത്തിട്ടുണ്ടാവും. അത് അത്ര പെട്ടെന്ന് മാറുമെന്ന് തോന്നുന്നില്ല. മിഥുൻ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ മനുവിൻ്റെ വേദനയുടെ തോത് കൂടിക്കൊണ്ടിരുന്നു. എന്തു തന്നെയായാലും സച്ചുവിനെ കണ്ടേ പറ്റൂ. തെറ്റു മുഴുവൻ തൻ്റെ ഭാഗത്ത് മാത്രമാണ്. അവൾ തരുന്ന ശിക്ഷ എന്തു തന്നെയായാലും അത് മനസാലെ വരിക്കാൻ തയ്യാറായി ബെഡ്റൂമിലേക്ക് നടന്നു മനു. തുടരും. അതെ, കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ സബ്സ്ക്രിപ്ഷനൊന്നും ആരും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഭാഗവുമായി നാളെ ഇതേ സമയം വരാം. ബൈ ബൈ.